ഒരു മെസ്സേജ് ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞു. ഒരു മെസ്സേജ് ആരോടാണ് കളിക്കണത് ഇവർക്ക് അറിഞ്ഞുകൂടാ മക്കളെ. ഒരു മെസ്സേജ് ഒന്നിനും പ്രതികരിക്കാത്തതിന് 100-100 മാർക്കാ നിനക്ക്. എന്നെയോ? ഇല്ലില്ല, എനിക്കത് ഇല്ല. നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കണം. ഇപ്പൊ എന്തായാലും എന്റെ ഒരു മെച്ചൂരിറ്റി ലെവലൊന്നും വെച്ചിട്ട് ഞാൻ അതിന് അർഹനല്ല. എന്റെ പൊന്നോ വേണ്ട, എന്നിട്ട് ആർക്കിട്ട് തട്ടാനല്ലേ? പക്ഷെ മന്ത്രിയും ഒക്കെ ശല്യായല്ലത്. അത് കഴിവുള്ള, തീർച്ചയായിട്ടും ഒത്തിരി കഴിവുള്ള നടന്മാരും നമുക്ക് അതെ നടനായിരിക്കാം. നടന്മാരും നമുക്ക് അതെ നടനായിരിക്കാം. അതെ, വെറുതെ ധൈര്യം നിന്ന് ആളെ കൊല്ലാൻ നോക്കാം. കേരളത്തിൽ തുടർഭരണം ഉറപ്പാകുമോ? കേട്ടോ, നല്ല ഭരണം ഉണ്ടാവട്ടെ. അങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. തുടർഭരണമാണെങ്കിലും തുടരാത്ത ഭരണമാണെങ്കിലും നല്ല ഭരണം ഉണ്ടാവട്ടെ. നീ ലെഫ്റ്റ് വരൂ. എന്താണെങ്കിലും സ്ട്രെയിറ്റ് ആവട്ടെ എന്നുള്ളതാണ്. ഇടതാണെങ്കിലും വലുതാണെങ്കിലും എന്താണെങ്കിലും അത് നേരെ ആവട്ടെ എന്നുള്ളതാണ്. ഇവിടെ കിട്ടല്ലേ? ഇവിടെ പിഷാരടി ജയിക്കോ? പിഷാരടി നമുക്ക് പിഷാരടി വിളിച്ചു ചോദിക്കാം. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. എത്രത്തോളം നിർണായകമാണ്? അതാണ് ഏറ്റവും നിർണായകം. LDF അത് ഒരു പണി നടക്കൂല. ഇയാൾക്ക് എന്താണ് വയ്യേ? I'm drunk, but I'm telling you. അടിച്ച് ഫിറ്റ എണീറ്റ് കുടിച്ചാ പിന്നെ ഓരോന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങും. ഓക്കെ, നിങ്ങൾ എന്നെ കൊല്ലാൻ വരല്ലേ? ദൈവത്തോർത്ത് ഞാൻ എങ്ങനെയും ജീവിച്ചോട്ടെ. ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്റെ മനസ്സിലും ജനങ്ങളുടെ മനസ്സിലുണ്ട്. അത് ഞാൻ പറയുന്നില്ലെങ്കിലും ആ ആഗ്രഹം വളരെ വ്യക്തമാണ്. ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അത് തന്നെ ചേട്ടാ ഉദ്ദേശിക്കുന്ന തന്നെ. മകളുടെ ആദ്യത്തെ വോട്ടാണ്. അല്ലല്ല, സെക്കൻഡ് വോട്ടാ. തൂക്കിയല്ലോ നാദാ. എന്തോ ഞാൻ അത്രക്കാരൻ ഒരു വട്ടം വോട്ട് ചെയ്തു. ചോദ്യങ്ങളൊന്നും വേണ്ട. ഓക്കേ, ഞാൻ ഈ ലണ്ടനിൽ പഠിച്ചതുകൊണ്ട് ഇമാതിരി കച്ചട ഇംഗ്ലീഷ് ഒന്നും എനിക്ക് വഴങ്ങില്ല. അങ്ങനെ ഒരുപാട് ആലോചിച്ച് പോയാൽ ഭയങ്കര കൺഫ്യൂഷൻ. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ്. ബ്ലാങ്ക് ആയിട്ട് ചെല്ല, അവിടെ ചെന്നിട്ട് എനിക്ക് ആ സമയത്ത് ഏതാണോ റൈറ്റ് എന്ന് തോന്നുന്നത് അത് ചെയ്യാന്നുള്ളതാണ് ഞാൻ. സന്തോഷായല്ലോ. ഐ എം നോട്ട് ഇൻ ടു പൊളിറ്റിക്സ് അത്രയും, അതുകൊണ്ട് ചോദിക്കും. മണ്ടത്തരം പറഞ്ഞു. ദേഹോപദ്രവേൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. എത്രത്തോളം ധാരണയുണ്ട് കാര്യം. അച്ഛനാണത്രേ അച്ഛൻ. എനിക്ക് ഡാഡി വേണ്ട. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. പാവം.